നമ്മളിവിടെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ സേഫ് ഹാൻഡ്സിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെപ്പോലത്തെ ഓരോ ആൾക്കാരും കൊടുത്ത സഹായം വളരെയധികം വലുതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് നേരെ വയനാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവരും ഒരുപാട് അവിടെ 2 ദിവസം ഉണ്ടാവും. ഇപ്പൊ ഒരു ബ്രെഡ് വാങ്ങാന്ന് വിചാരിച്ചു. ആ ബ്രെഡില് അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഉണ്ടാവില്ലേ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നീ എന്ത് ചെയ്തത്? എക്സ്പയറി ഡേറ്റ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും 50 വർഷത്തിന് ശേഷം ഇപ്പോഴും നമ്മുടെ തലക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ജലബോംബിനെ പറ്റിയാണ് ഞാൻ നിന്റെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. നിനക്കറിയാം ഡാമിനെ പറ്റി ഒരുപാട് പേര് അതിന് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു QR കോഡ് ഇവൻ കാണിച്ചു തരും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 16 ലക്ഷത്തിലധികം പേര് അതില് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് 3.5 കോടി ജനങ്ങളില്ലേ കേരളത്തിൽ. പകുതി പേരെങ്കിലും അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണിടിച്ചല് ഇത്രയും പ്രശ്നം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഡാം കൂട്ടിക്കഴിഞ്ഞാൽ വയനാട് പോയവർക്ക് ആ അവസ്ഥ അറിയാം. ഇപ്പൊ തന്നെ ആ വളവ് താൻ കണ്ടില്ലേ? ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്ര വലിയ ഡേഞ്ചർ ഉണ്ട്. എന്നിട്ട് അത് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് അല്ലെ, നമ്മളുടെ ഗവൺമെന്റ് ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പൊ കേരള